ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ നേരെ ഒളിഞ്ഞും തെളിഞ്ഞും പല ആക്രമണങ്ങളും ആരോപണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാറുള്ളത്. ഏതൊരു വിഷയത്തിന്റെ പിന്നിലും ഇസ്ലാമിനെ ലക്ഷ്യം വെക്കാനുള്ള ഒരു വഴിയുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങളുടെ പോരായ്മയായി അവതരിപ്പിക്കാനും ഇസ്ലാമിന്റെ കുടുസതയായി അവതരിപ്പിക്കാനും ഇസ്ലാമിന്റെ ശത്രുക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിലുള്ള അവരുടെ ഉദ്ദേശം ഇസ്ലാമിന്റെ ചില കാര്യങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടി അവതരിപ്പിക്കുകയും എന്നിട്ട് ആ മതത്തിന്റെ അനുയായികളെ ആ മതത്തിൽ നിന്ന് അകറ്റാനും മതവിശ്വാസം പരാജയമാണെന്ന് സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ, മതവിരോധികൾ ഈ മതത്തെ ലക്ഷ്യം വെക്കാറുള്ളത്. അതിൽപ്പെട്ട ഈ സമകാലിക സാഹചര്യത്തിലുള്ളൊരു വിഷയമാണ് ഇസ്ലാം വിനോദത്തിനെതിരാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കളികളോ കാഴ്ചകളോ, അത് ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും കാണാൻ പാടില്ല. ഇസ്ലാം ഫ്ലക്സിനെതിരാണ്, ഇസ്ലാം കളികൾക്കെതിരാണ് എന്നൊക്കെയുള്ള വാദങ്ങളിലൂടെയാണ് ഇന്ന് പലരും ഇസ്ലാമിനെതിരെ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാം വിനോദത്തിനെതിരാണോ? അല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1800 കാലഘട്ടം വരെ, അഥവാ 18ാം നൂറ്റാണ്ട് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിരുന്ന മദീന പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്തിന്റെ പേര് മൈദാൻ ആയിഷ, മൽഅബ് ആയിഷ എന്നായിരുന്നു. ആയിഷ റളിയല്ലാഹു തആലയടക്കം നിരവധി സ്ത്രീകൾ വിനോദത്തിലേർപ്പെട്ടിരുന്ന, കളിച്ചിരുന്ന സ്ഥലം.
ഒരിക്കൽ ആയിഷ ബീവിയുടെ കൂട്ടുകാരികൾ വരാത്തൊരു നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ കൂടെ ഓട്ടമത്സരം നടത്തിയതും രണ്ടുപേരും സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ചതും മത്സരിച്ചതും ആ മൽഅബ് ആയിഷ ബീവിയുടെ കളിസ്ഥലം എന്നറിയപ്പെട്ട മദീന പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു. 19-ാം നൂറ്റാണ്ടിന് ശേഷം മദീന പള്ളി വികസിച്ചപ്പോഴാണ് അറേബ്യൻ ഭരണകൂടം ആ കളിസ്ഥലം എടുത്തുമാറ്റിയതും മദീന പള്ളി വികസിപ്പിച്ചതും. മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ കാണാം, ഹബിഷക്കാരായ ആളുകൾ, എത്യോപ്യക്കാരായ ചില ആളുകൾ കുന്തം കൊണ്ട് ആയുധാഭ്യാസം കാണിക്കുന്നുണ്ട്. ആ വിനോദം മദീനത്തെ തെരുവിൽ അവർ കാണിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആയിഷ ബീവിയുടെ അരികിൽ ചെന്ന് ചോദിച്ചു, ആയിഷ, നിനക്കാ വിനോദം കാണണോ? നിനക്കാ കളി കാണണോ? ആഗ്രഹം പ്രകടിപ്പിച്ച ആയിഷ ബീവിയെ കൂട്ടിക്കൊണ്ടുവന്ന് ദൂരത്ത് മാറി നിന്ന് തന്റെ തോൾഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഈ തോൾഭാഗത്ത് നിന്റെ താടി അമർത്തി വെച്ച് ഈ മറവിലൂടെ നീ ആ ആയുധാഭ്യാസം കുന്തം കൊണ്ടുള്ള കളി കണ്ടോ? മണിക്കൂറുകളോളം ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് കണ്ടു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇസ്ലാമിക ലോകത്തെ പല വിജയത്തിന്റെയും പിന്നിൽ സഹാബാക്കൾ മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പോ കുട്ടികൾ പാട്ടുപാടാറുണ്ടായിരുന്നു, അവർ ആസ്വദിക്കാറുണ്ടായിരുന്നു, ദഫ്മുട്ടി അവർ മനോഹരമായി ആ ദിവസത്തെ ഭംഗിയാക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇസ്ലാം ഒരിക്കലും വിനോദത്തിനെതിരല്ല. ഒരിക്കലും ഇസ്ലാം വിനോദത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ ഈ പറയപ്പെട്ട ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ലഹരിക്കടിമപ്പെട്ടതായിട്ടില്ല. കാതടപ്പിക്കുന്ന സംഗീത മേമാങ്കങ്ങളോടെയല്ല. സമയനഷ്ടമോ കലാപമോ ആക്രമണമോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചതിയോ നിലവാര തകർച്ചയോടെയുള്ള ആണും പെണ്ണും കെട്ട തുള്ളലുകളോ ഇസ്ലാം പഠിപ്പിച്ച ഈ വിനോദത്തിലില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഒരു വിഷയം അല്ലാഹു തആലയിലേക്ക് എത്താതിരിക്കാൻ ഒരു മനുഷ്യന്റെ വിനോദം ഹറാമാകുന്നത് 5 കാര്യങ്ങൾ അവന്റെ വിനോദത്തിലുണ്ടെങ്കിൽ. ഒന്നാമത്തത് അള്ളാഹുവിനെ മറക്കുന്ന വിനോദമാണെങ്കിൽ. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് കാര്യം ഓർമ്മപ്പെടുത്തി, വലാ തകൂനു കല്ലദീന നസുല്ലാഹ, വലാ തകൂനു, നിങ്ങൾ ഒരിക്കലും ആയിപ്പോകരുത്, കല്ലദീന നസുല്ലാഹ, അള്ളാഹുവിനെ മറന്നവരെ പോലെയും നിങ്ങളാവരുത്. ഫഅൻസാഹും അൻഫുസഹും, അവർ അവരെ തന്നെ മറക്കുകയും ചെയ്യും. രണ്ടും സത്യ. അള്ളാഹുവിനെയും മറക്കും, ഞാൻ എവിടെയാ എന്ന ബോധം പോലും ഇല്ലാതാകും. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, തീർച്ചയായും അക്കൂട്ടർ തന്നെയാണ് തെമ്മാടികൾ, തോന്നിവാസികൾ. ഒരു വിനോദം ഇസ്ലാം അനുവദിക്കണമെങ്കിൽ അതിലൊന്നാമത്തെ ക്വാളിറ്റി അള്ളാഹുവിനെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അള്ളാഹു നിർബന്ധമാക്കപ്പെടുന്ന നമസ്കാരത്തിൽ റബ്ബിനെ മറക്കുക എന്നോർമ്മപ്പെടുത്തിയാൽ റബ്ബിനു വേണ്ടി ചെയ്യേണ്ടത് മറക്കൽ, നമസ്കാരത്തിന്റെ സമയം തെറ്റൽ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്നും മനസ്സകലൽ, ഉറക്കം മാത്രം ശീലമാക്കൽ എന്നിത്യാദി രീതിയിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും മനസ്സും ശരീരവും നമ്മളെ വിനോദത്തെ തൊട്ട് നമ്മളെ തടയുന്നുണ്ടെങ്കിൽ ആ വിനോദം ഹറാമാ. അതിനർത്ഥം ഫുട്ബോൾ ഹറാമ്, ഇന്നത് ഹറാമ്, അത് കാണരുത്, ഇത് കാണരുത് എന്നല്ല. അത് കാണുന്ന നമുക്ക് ആ നിയന്ത്രണങ്ങളും സൂക്ഷ്മതകളും പാലിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുവദനീയമാണ് എന്ന് ലോകത്തുള്ള സർവ്വ ഉലമാക്കളും അവരുടെ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തി. രണ്ടാമത്തത്, ഹറാമ് ഉൾക്കൊള്ളുന്നതാവാനും പാടില്ല. അള്ളാഹു ഹറാമാക്കിയ പലതും ഇന്ന് വിനോദത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഉദാഹരണമായി സംഗീത മാമാങ്കങ്ങൾ, അതിനേക്കാളേറെ നഗ്നതാ പ്രദർശനങ്ങൾ. ലോകത്തിന്റെ നബിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയില്ല, യകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, കാലങ്ങൾ മുൻപോട്ട് പോകുമ്പം വിനോദത്തിന്റെ പേര് പറഞ്ഞ് എന്റെ ഉമ്മത്തിൽ ഒരു കൂട്ടർ വരും. യസ്തഹില്ലൂന, ഞാൻ ഹറാമാക്കിയ പലതും അവർ ഹലാലാക്കും. അൽ ഹിറ, നഗ്നത അവർ ഹലാലാക്കും. അതാരാണ് കാണാത്തത് എന്നവർ ചോദിക്കും. നഗ്നതയുണ്ടെങ്കിലേ മനുഷ്യന് വാണിജ്യം നടക്കൂ, അവന്റെ വിനോദം ഭംഗിയാവൂ എന്നവർ ചിന്തിക്കും. അള്ളാഹുവിന്റെ നബിത്തങ്ങൾ പറഞ്ഞ ആ വാക്ക് 100% സത്യമായിന്ന്.
മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റ് ഒന്ന് വിറ്റുപോകണമെങ്കിൽ പോലും പെണ്ണിന്റെ തുണിയുരിയണം, പെണ്ണിന്റെ വസ്ത്രത്തിന്റെ നീളം കുറഞ്ഞാലേ അതൊന്ന് ഭംഗിയാവൂ എന്ന് ചിന്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഹറാം ഉൾക്കൊള്ളുന്ന വിനോദം ലോകത്തിന്റെ പ്രവാചകൻ അനുവദിച്ചിട്ടില്ല. ഹറാം ഉൾക്കൊള്ളാത്തതാണോ നിങ്ങൾക്കത് അനുവദനീയമാക്കപ്പെടും. അതിനേക്കാളേറെ ഇന്നത്തെ സംഗീത മാമാങ്കങ്ങൾ 15,000-ന്റെയും വ്യത്യസ്തമായ വാട്സുകളും വെച്ച് അങ്ങേയറ്റം ആർത്തുല്ലസിക്കപ്പെടുന്ന വേദികൾ, അയൽപ്പക്കക്കാരെ പോലും പ്രയാസപ്പെടുത്തുന്ന ആഘോഷരാവുകൾ, രാവു പകലാക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ, അവിടെ ലോകത്തിന്റെ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി തീർച്ചയായും ഹറാം ഉൾക്കൊള്ളുന്നതാണോ ആ സമയം നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. ആ സമയം നിങ്ങൾക്ക് നഷ്ടമാക്കപ്പെടും. മറ്റൊരു ഭാഗത്ത് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. അല്ലാഹു അനുവദനീയമാക്കിയതും അല്ലാഹു നിഷിദ്ധമാക്കിയതും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ ബൈനഹുമാ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറ മിനൻ നാസി. അതിനിടയിൽ സംശയകരമായ ഒരു അവസ്ഥയുണ്ട്. ഒരു വിഷയത്തിൽ നമുക്കൊരു സംശയം തോന്നി, എനിക്കത് അനുവദനീയമല്ല, അതൊരിക്കലും ഇസ്ലാമിനോട് ചേർക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫമനിത്തഖ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് ആ ഇച്ഛയിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ അഭിമാനത്തെയും സംരക്ഷിച്ചു എന്ന് അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കി തരും. ഒരു വിഷയത്തിൽ ഇടപെടുമ്പോ അതിൽ ഹറാമുണ്ട്, എനിക്കതുകൊണ്ട് അതിലേക്ക് ചെല്ലാൻ പറ്റില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ മതത്തെയും അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷിച്ചു നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ഉലമാക്കൾ രേഖപ്പെടുത്തി, ഒരു വിനോദം അനുവദനീയമാകണമെങ്കിൽ അതിൽ ഹറാം ഉൾക്കൊള്ളാൻ പാടില്ല. ആ ഹറാം ഉൾക്കൊള്ളാൻ പാടില്ലാത്തത് കൊണ്ടാണ് നബിത്തങ്ങളുടെ കാലഘട്ടത്തിൽ കൈകൊട്ടി ചെറിയ മരത്തിന്റെ മുളയുടെ 2 ഭാഗങ്ങളിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദഫ് പോലെ പെൺകുട്ടികൾ കൊട്ടിയിരുന്നു എന്നുള്ളത് ഹലാല. അത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. എന്നാൽ അതേ നബിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, ഒരു ഉമ്മത്തിന്റെ കൂട്ടത്തിൽ വരും, സംഗീത ഉപകരണങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കും, സംഗീതത്തിന് വേണ്ടി മാത്രം അവർ സമയം ചെലവഴിക്കും. ബനി ആദം, എവിടെയാ ഞാൻ ഇരിക്കുന്നത്, തുള്ളുന്നത്, ആരെ കൂടെയാ ഞാൻ ജീവിക്കുന്നത് എന്ന് പോലും അറിയാതെ ആർത്തുല്ലസിക്കുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നും പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയെല്ലാം മുൻനിർത്തി ഉലമാക്കൾ ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് വിനോദം നടത്താം, അത് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഹറാമ് പുഴുകിക്കൊണ്ടാവാൻ പാടില്ല. അതോടൊപ്പം അത് അമിതമാകാനും പാടില്ല. ഇന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. നബിത്തങ്ങളുടെ വീട്ടിൽ വന്ന് നബിത്തങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് സഹാബാക്കൾ ആയിഷ ബീവിയോട് തിരുദൂതന്റെ ജീവിതത്തെ പറ്റി ചോദിച്ചപ്പോ പിന്നീട് ഇറങ്ങിപ്പോകുന്ന അവര് സ്വയം പറഞ്ഞു, രാത്രി ഫുള്ളും ഞങ്ങൾ നിസ്കരിക്കും, പകല് ഫുള്ളും ഞങ്ങൾ നോമ്പ് നോൽക്കും. ആ വിവരമറിഞ്ഞ നബിത്തങ്ങൾ ആ മനുഷ്യനെ കണ്ടു പറഞ്ഞു, പാടില്ല, ഒന്നിലും അമിതമാകാൻ പാടില്ല. ഞാൻ രാത്രി കടന്നുറങ്ങാറുണ്ട്, രാത്രി നമസ്കരിക്കാറുണ്ട്, ഞാൻ പകല് നോമ്പനുഷ്ഠിക്കാറുണ്ട്, ഞാൻ പകല് നോമ്പില്ലാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വിനോദത്തിൽ ഏർപ്പെടുകയാണെങ്കിലും ഏത് ഇബാദത്തിൽ ഏർപ്പെടുകയാണെങ്കിലും അത് അമിതമാകാൻ പാടില്ല. സ്വാഭാവികമായും ഇന്ന് രാത്രി മുഴുവനും ചിലർ ഉറക്കമൊളിച്ചിരിക്കാറാ പതിവ്. വിനോദത്തിന്റെ പേരിൽ, ആഘോഷത്തിന്റെ പേരിൽ, ഗെയിമിന് അഡിക്റ്റ് ആയതിന്റെ പേരിൽ രാത്രി മുഴുവനും ഫോണിന്റെ മുൻപിലും രാവ് മുഴുവനും പകലാക്കാൻ വേണ്ടി റോഡുകളിലും തെരുവുകളിലേക്കും ഇറങ്ങി ജീവിക്കുന്ന ഒരു രീതി ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഇതെല്ലാം മനുഷ്യന്റെ വിനോദത്തിൽ ഇസ്ലാം വെച്ച നിയമങ്ങളാ, നിയന്ത്രണങ്ങളാ. സമയനഷ്ടത്തെക്കുറിച്ചും രാവിനെക്കുറിച്ചും അള്ളാഹു പരിചയപ്പെടുത്തിയത് വല്ലൈലി ലിബാസ. പ്രിയപ്പെട്ട ഇന്നത്തെ യുവജനങ്ങളോട് വിനോദമാകാം, കളികൾ കാണാം, നമുക്കത് ആസ്വദിക്കാം, അത് തെറ്റാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും രാവ് പകലാക്കുന്ന രീതിയിൽ ഉറക്കമൊഴിഞ്ഞ് രാവ് മുഴുവനും വെറുതെ നടന്ന് പകല് കടന്നുറങ്ങുകയും ആരോഗ്യത്തിലും അവന്റെ ബുദ്ധിയിലും അവന്റെ ചിന്തയിലും വല്ലാത്തൊരു പ്രയാസ മനോഭാവത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിപ്പെടുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചകളാണ് പല ചെറുപ്പക്കാരുടെ ജീവിതത്തിലും വല്ലാത്ത ദുരന്തങ്ങളും അരക്ഷിതാവസ്ഥകളും എത്തിപ്പെടാനുള്ള കാരണം. നേരം വെളുക്കുന്നത് പോലും അറിയാതെ
കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാനാവാതെ മസ്തിഷ്കം പോലും വരണ്ടണങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ ഭൂരിപക്ഷ യുവതലമുറകളുടെ ചലനങ്ങളും തലച്ചോറും എത്തിപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ലോകത്തുള്ളയോ ഏതെങ്കിലും മതപ്രബോധകന്മാരല്ല, മറിച്ച് ശാസ്ത്രകാരന്മാരാ. അതോടൊപ്പം ചിന്തിക്കുന്ന, മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്രമാ പരിചയപ്പെടുത്തുന്നത്. രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ, കണ്ണുകൾക്ക് ഉറക്കം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, ശരീരത്തിന് ആശ്വാസം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി നിങ്ങളെ ജീവിതത്തെ അത് താറുമാറാക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കാണാം എന്ന് കരുതി രാത്രി മുഴുവനും കണ്ടതിന് ശേഷം പിന്നൊന്ന് ബീച്ചിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് കഥ പറയാന്, കുറച്ച് സംസാരിച്ച് നേരം പുലർത്താന്, എന്തായാലും പകല് പോയി അങ്ങ് ഉറങ്ങിയ ആ രാവിന്റെ ഉറക്ക് പകല് കിട്ടും എന്ന് ചിന്തിക്കുന്നത് മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബ് മറ്റൊരു ഭാഗത്ത് ഓർമ്മപ്പെടുത്തി, ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ നമ്മളെ സമയമല്ല, ആയുസാണെന്ന് ചിന്തിക്കണം. ഇനി എനിക്ക് എത്ര രാത്രികളുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ രാത്രികളിൽ ഉറക്കമെന്ന മഹാസൗഭാഗ്യം റബ്ബെനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും എഴുന്നേൽക്കാനാവാത്തൊരുറക്ക് എനിക്ക് റബ്ബ് കാത്തുവെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഉറക്കിലേക്ക് ചെല്ലുന്നതിന്റെ മുൻപ് എന്റെ രാവും പകലും എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം എന്ന് ചിന്തിക്കുന്നൊരു മനസ്സുണ്ടാവണം. അതോടൊപ്പം കുടുംബ സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മറന്നു പോകാനും പാടില്ല. ഇന്ന് ചിലർ പറയുന്നത് പോലെ കളി തുടങ്ങി വീട്ടിക്കൊരു സാധനം കിട്ടാൻ പിയാപ്പിളനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മക്കളോടൊപ്പം ഇരിക്കാൻ സമയം കിട്ടുന്നില്ല, അവരെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയുന്നില്ല, ഭാര്യയുടെ ആവശ്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല, കുടുംബത്തിൽ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകൾ ചെയ്യുന്നില്ല, എന്തിനേറെ ജോലിയിൽ പോലും വേണ്ടത്ര ശ്രദ്ധ കാണിക്കാൻ പലർക്കും വിനോദത്തിന്റെ അമിതാസക്തി കൊണ്ട് സാധിക്കുന്നില്ല. ഒരിക്കൽ കൂടി പറയുകയാ, ഇതൊന്നും നമ്മൾ വിനോദം കാണരുത്, അത് കാണരുത്, ഇത് കാണരുത് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. മറിച്ച് കാണുന്ന വിനോദമാണെങ്കിലും ജീവിതത്തിൽ പകർത്തുന്ന വിനോദമാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും നമുക്ക് പടച്ചോന്റെ അടുത്തൊരു ചോദ്യവുമാകാൻ പാടില്ല. അയൽവാസികൾക്ക് പോലും, താമസിക്കപ്പെടുന്ന അയൽപ്പക്കക്കാരന് പോലും, യാത്രക്കാർക്ക് പോലും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ സാധിച്ചാൽ ഇസ്ലാം വിനോദത്തിനെതിരല്ല. വിനോദം കാണുന്നതിനോ ആ വിനോദം ആസ്വദിക്കുന്നതിനോ ഇസ്ലാം എതിരല്ല. അതിനർത്ഥം നിങ്ങൾക്ക് സിനിമ കാണാം, ഏത് വൃത്തിയേടും കാണാം, എന്തു തോന്നിയാസവും കാണാം എന്നല്ല. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾക്കുള്ളിൽ നിന്ന് നമുക്ക് ഏത് വിനോദത്തെയും ആസ്വദിക്കാം. ഏത് വിനോദവും നമ്മളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താം. ആ വിനോദം നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോ അതൊരിക്കലും സമയനഷ്ടമോ സാമ്പത്തിക നഷ്ടമോ ശാരീരിക നഷ്ടമോ സമൂഹ ഭദ്രതയ്ക്ക് കോട്ടം വരുത്തുന്നതോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതോ സ്വയം ഉത്തരവാദിത്തം മറക്കുന്നതോ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നതോ ആവാൻ പാടില്ല എന്ന് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ പഠിപ്പിക്കപ്പെട്ടത് മതത്തിന്റെ നിയമങ്ങൾ എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രകൃതിയുടെ നിയമം കൂടിയാണെന്ന് വിവരമുള്ള ആളുകൾ ലോകത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതറിയാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഇസ്ലാം വിനോദത്തിനെതിരെ, ഇസ്ലാം കാണുന്നതിനെതിരെ, ഇസ്ലാം ഫുട്ബോളിനെതിരെ, ഇസ്ലാം ഫ്ലക്സിനെതിരെ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോ അത് കേൾക്കുന്ന ചില ചെറുപ്പക്കാർക്കും തോന്നി ഇതെന്തൊരു മതം, ഒന്നും കാണാൻ സമ്മതിക്കാത്ത, ഒന്നും ആസ്വദിക്കാൻ സമ്മതിക്കാത്ത, ഒരു വിനോദത്തിനും അനുവാദം നൽകാത്ത ഇതെന്ത് മതം എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയ ഈ മതത്തിന്റെ ശരിയായ ഭാഗങ്ങളെ കുറിച്ച് അറിയാത്ത നിരീശ്വരവാദികളും അതിനേക്കാൾ ഏറെ മതവിരോധികളും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിനു പുറമെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു ചിന്ത കൂടിയുണ്ട്. ഇന്നും ഫലസ്തീനിൽ ഒരു റൊട്ടിക്ക് വേണ്ടി കടിപിടി കൂടുന്നവരുണ്ട്. ഇന്നും സുഡാനിൽ ഉണങ്ങിയ ചാണകം ഉണക്കി തിന്നുന്നവരുണ്ട്. ഇന്നും കയറിച്ചെന്ന് കാലുവെക്കാൻ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് ഒരു തരി മണ്ണ് കിട്ടാതെ നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നോക്കണ്ട, ഈ രാജ്യത്ത് പോലും 6 മണിക്കൂറിൽ പട്ടിണി കാരണം ഒരു പിഞ്ചു പൈതൽ പടഞ്ഞു മരിക്കുന്നു എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സെൻസസ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അനാവശ്യമായ ധൂർത്തും പണച്ചെലവും അതെന്തിന്റെ പേരിലാണെങ്കിലും നാളെ ദൈവത്തിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് മതത്തിന്റെ നിയമമല്ല, പ്രകൃതിയുടെ നിയമമാ. ആ തിരിച്ചറിവ് സൂചിപ്പിക്കുമ്പോ
എല്ലാവരും ചോദിക്കുന്നത് പോലെ എന്തിനാ അത് പറയുന്നത്, ഈ മതത്തിൽ ഇതൊക്കെ പറയാനുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും മതത്തിന്റെ ചിന്തകൾ മനുഷ്യത്വത്തിന് വീണ്ടെടുക്കാൻ വേണ്ടിയാ, മനുഷ്യൻ അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയാ. ആ തിരിച്ചറിവോടുകൂടി വരാനിരിക്കുന്ന രാവുകളെ, വിനോദത്തെ, ആഘോഷങ്ങളെ മാന്യമായ നിലക്ക് ജീവിതത്തിൽ ആസ്വദിക്കുന്ന മുഅ്മിനീങ്ങളാവാൻ, കുടുംബങ്ങളാവാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നേടിയെടുത്ത ആയുസിന്റെ ജീവിതത്തിന്റെ പല നന്മകളും നശിക്കാൻ ഈ ചില രാത്രികൾ മതി. ആരാധനകൾ നശിക്കാനും ആരാധനകളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സ് മടുക്കാനും വിനോദം കാരണമാകുന്നുണ്ടെങ്കിൽ ആ വിനോദം ആർക്കും അനുവദിച്ചു കൊടുക്കാനും പാടില്ല എന്ന് മാതാപിതാക്കളോട് ഇസ്ലാമിലെ പ്രവാചകന്റെ പിന്തുടർച്ചക്കാരായ ഉലമാക്കള് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിനോദം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നും ഒരിക്കലും ആ വിനോദം നമുക്കൊരു ഭാരമാകരുത്, ഭാരമാകാതിരിക്കാൻ അവിടെ എന്തൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് പോലെ ഇസ്ലാം ഒരിക്കലും മനുഷ്യന്റെ വിനോദത്തെ പിടിച്ചടക്കിയ ഒരു മതമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കുതിര സവാരിക്കാരും ആയുധാഭ്യാസക്കാരും ഇസ്ലാമിക ലോകത്ത് ഇന്ന് ലോകത്തുള്ള എല്ലാ വിനോദങ്ങൾക്കും എത്രത്തോളം എന്ന് ചോദിച്ചാൽ അതൊരു ഗുസ്തിയാണെങ്കിൽ പോലും അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഏത് വിനോദവും ഹറാമാകുന്നത് എളുപ്പ ഭാഷയിൽ വിശദീകരിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ കളി കാണുന്ന ഒരു വ്യക്തിക്ക് 5 മിനിറ്റ് പടച്ചോന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ വിനോദം അവന് നാശമാണ്. 1.5 മണിക്കൂർ പടച്ചോന് കൊടുക്കാൻ മനസ്സില്ലാത്തൊരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ ആ സുബഹിക്ക് എഴുന്നേൽക്കട്ടെ, ഞാൻ ആ എന്റെ ഇബാദത്തങ്ങ് നിർവഹിച്ചേക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് ഏത് ഇബാദത്തിൽ, ഏത് വിനോദത്തിൽ നമുക്കില്ലയോ ആ വിനോദം നമുക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തിയതും ആദമിന്റെ മക്കൾ ചെയ്യുന്ന വിനോദത്തിന് പോലും അവൻ അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്, അവൻ അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങളുടെ വിനോദം ഞങ്ങളുടെ ആസ്വാദനത്തിനല്ലേ? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അത് അള്ളാഹുവിനെ മറക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സമയം പടച്ചോന്റെ ബർക്കത്തുണ്ടാവും. ഇന്ന് ആ വിനോദങ്ങളിൽ ഏറ്റവും മനോഹരമായതും നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങളെ കുടുംബത്തോടൊപ്പമുള്ള വിനോദമാകണം. നിങ്ങളെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ആസ്വദിക്കുന്ന വിനോദത്തിന് നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലി കൂടിയുണ്ട്. നമ്മളെ മക്കളോടൊപ്പം, നമ്മളെ കുടുംബത്തോടൊപ്പം, നമ്മളെ കുടുംബങ്ങളോടൊപ്പമാണ് നമ്മളൊരു വിനോദം ആസ്വദിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലി കൂടിയുണ്ട്. അത് യാത്രയാവാം, അത് ഒരുമിച്ച് കൂടിയിരിക്കലാവാം, എല്ലാവരും കൂടിയിട്ടുള്ളൊരു രസകരമായ സംസാരമാവാം, കളിയാവാം, അതിന് നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലിയുണ്ട്. എന്നാൽ അതേ സ്ഥലത്ത് അതേ സമയത്ത് ഒരു സിഗരറ്റും വലിച്ച് പാർക്കിൽ പോയിരുന്ന് വേറൊരുത്തനുമായിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് പോയിരുന്ന് ഉള്ളത് വലിച്ചിട്ട് തോന്നിയാസവും പറഞ്ഞ് അവിടുന്ന് ഞൊട്ടിയിരുന്ന അതിന് കുറ്റമുണ്ട്. ഇസ്ലാം വിനോദത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അത് കുടുംബത്തിന്റെ കൂടെയാകുമ്പോ അതിന് നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലിയുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത്. വിനോദം എന്ന് നിങ്ങൾക്ക് ലഹരിയാവുന്നോ അവിടെ നിങ്ങൾക്ക് നാശത്തിന്റെ ആരംഭം തുടക്കം കുറിക്കുന്നു. ഇസ്ലാം നിഷേധിച്ചതും വിരോധിച്ച വിനോദവും കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന വിനോദം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് ചില കളിയുടെ പേരിലുണ്ടായ കലാപങ്ങൾ, വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ഫുട്ബോൾ മത്സരത്തിൽ അറിയാതെ കാല് തട്ടി സ്വയം പോസ്റ്റിലേക്ക് ഒരു ഗോൾ വീണതിന്റെ പേരിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ചൂതാട്ടക്കാരന്റെ, വെടിവെച്ച് കൊല്ലപ്പെട്ട പാവപ്പെട്ട കളിക്കാരന്റെ കഥകൾ, അതിനേക്കാളേറെ തന്റെ ആളുകൾ തോറ്റതിന്റെ പേരിൽ നാട്ടിൽ കലാപമുണ്ടാക്കി പൊതുമുതലുകൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കാണാറുണ്ട്. കൊലപാതകങ്ങളെ
അതിനേക്കാൾ കലാപമുണ്ടാക്കുന്ന, അതിനേക്കാൾ മനുഷ്യന്റെ സ്വൈര്യവിഹാരം നഷ്ടപ്പെടുത്തുന്ന ഏത് വിനോദമാണോ ആ വിനോദത്തിൽ നിങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിഷിദ്ധമാണ്, നിങ്ങൾക്കത് ഹറാമാണ്. എന്നിട്ട് ഉലമാക്കൾ രേഖപ്പെടുത്തി, റോട്ടിൽ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ, ആ പാർക്കിൽ വെച്ചാണ് കളിക്കുന്നതെങ്കിൽ, ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് കളിക്കുന്നതെങ്കിൽ, അതിന്റെ അരികിലൂടെ പോകുന്നവന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾ ഹനിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റടിയാവാം. അവന്റെ യാത്ര മുടക്കുന്ന ഏതെങ്കിലും ഒരു ഇടപാട് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞ എവിടെങ്കിലൊക്കെ ബൈക്ക് ഇട്ടിച്ചിട്ട് അവനാന്റെ കളി കാണാൻ പോയാൽ മതി. ആരൊക്കെ വാഹനമായിട്ട് പോകുന്നല്ലോ ഓലടങ്ങാറായി പോയാലും ഇത് എനിക്ക് കാണണം, പാർക്കിങ്ങിന് സ്ഥലല്ലേ, റോട്ടുമലൊക്കെ ഞാൻ നിർത്തിയിടൂ എന്ന മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. കൊലപാതകത്തേക്കാൾ കഠിനമാണ് ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കണം. പ്രത്യേകിച്ച് രാവും പകലും മാറി മാറി ആഘോഷങ്ങളും രാവുകളും കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ഒക്കെ പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാത്ത നിലക്ക്, അള്ളാഹുവിനെ മറക്കാത്ത നിലക്ക്, ഹറാം ഉൾക്കൊള്ളാത്ത നിലക്ക് നമുക്ക് അനുവദനീയമായി ഇതൊക്കെ. പക്ഷെ അതിന്റെ പിന്നിൽ ഈ സമയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഹറാമിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമായി ഈ വിനോദം മാറും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അങ്ങനെ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാഥ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. നാഥ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. നാഥ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. രോഗം കാരണം അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർ, നിർണായക ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടവർ, എന്താണ് റബ്ബ് ഏറ്റവും ഖൈറായത്? ആഫിയത്തോടെ ആയുസ്സോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കുടുംബത്തോടൊപ്പം ജീവിക്കാനും എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമേ. ഹറാമായ പലിശ ഇടപാടിൽ പെട്ടുപോയവരുണ്ട്, ലോണ് പോലെയുള്ള സംവിധാനത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട്, കടബാധ്യതയുടെ വേദനയിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാം ഹലാലായ നിലക്ക് അള്ളാഹുവെ പൂർത്തീകരിച്ച് ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, നീ ഇഷ്ടപ്പെടാത്ത വിനോദത്തിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ നീ തടയുകയും നിനക്കിഷ്ടപ്പെടുന്ന രീതിയിൽ വിനോദത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സിന്റെ ഉടമകളാക്കിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.